ക്ലാസ് 8 ലെസൺ 6 ഭഗവാൻ കെ ഡാക്കിയെ. എഴുതിയത് രാംധാരി സിംഗ് ദിനകർ. ഭഗവാൻ കെ ഡാക്കിയെ എന്നാൽ പോസ്റ്റ്മാൻ ഓഫ് ഗോഡ്, അതായത് ദൈവത്തിൻ്റെ പോസ്റ്റ്മാൻ. ഇവിടെ ദൈവത്തിൻ്റെ പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് പക്ഷിയെയും മേഘത്തിനെയാണ്. ദിനകർജി പക്ഷിയെയും മേഘത്തിനെയും ഭഗവാന്റെ പോസ്റ്റ്മാനായി കണ്ടിട്ട് ഈ കവിത വിവരിച്ചിരിക്കുകയാണ്. ലെസണിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പറയാനുണ്ട്, അതായത് കഴിഞ്ഞ ലെസണിൽ ക്ലാസ് 8 ലെസൺ 5 കുറച്ച് മീനിങ്സ് എഡിറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു 5 വേർഡ്സിൻ്റെ മീനിങ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെസൺ വായിക്കാം. ഭഗവാൻ കെ ഡാക്കിയെ. പക്ഷി ഔർ ബാദൽ ए भगवान के डाकिए हैं जो एक महादेश से दूसरे महादेश को जाते हैं. हम तो समझ नहीं पाते हैं मगर उनकी लाई चिट्ठियाँ पेड़ पौधे पानी और पहाड़ बांझते हैं. പക്ഷി और बादल ए ഭഗവാൻ കെ ഡാക്കിയെ ഹെ. അപ്പോൾ ഇവിടെ ഭഗവാൻ കെ ഡാക്കിയെ, ഭഗവാന്റെ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ്? പക്ഷിയും അതുപോലെ ബാദലിനെയുമാണ്. ബാദൽ എന്ന് വെച്ചാൽ ക്ലൗഡാണ്. ജോ ഏക് മഹാദേശ് സേ ദൂസരേ മഹാദേശ് കോ ജാത്തേ ഹെ. അപ്പോൾ ഈ പക്ഷിയും ഈ ക്ലൗഡും മേഘങ്ങളും ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് സന്ദേശങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് കവി പറയുന്നത്. മഹാദേശം എന്നാൽ കോണ്ടിനെൻ്റ് എന്നും അർത്ഥം എടുക്കാം. അപ്പോൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, കോണ്ടിനെൻറ്റിൽ നിന്നും മറ്റൊരു കോണ്ടിനെൻറ്റിലേക്ക് സന്ദേശങ്ങൾ കൊണ്ടുപോകുന്നു. ഹം തോ സമജ് നഹി പാത്തെ ഹേ മഗർ ഉൻകി ലായി ചിട്ടിയാം പേട് പൗധെ പാനി ഔർ പഹാഡ് ബാഞ്ച്തേ ഹെ. അതായത് ഈ കാറ്റിലൂടെ ഒഴുകുന്ന മേഘങ്ങളും പിന്നെ മേഘങ്ങളിലൂടെ പറക്കുന്ന പക്ഷികളുമാണ് ഇങ്ങനെ സന്ദേശങ്ങൾ കൊണ്ടുപോകുന്നത്. ഹം തോ സമജ് നഹി പാത്തെ ഹേ മഗർ ഉൻകി ലായി ചിട്ടിയാം പേട് പൗധെ പാനി ഔർ പഹാഡ് ബാഞ്ച്തേ. അപ്പോൾ ഈ ക്ലൗഡ്സും പക്ഷികളും കൊണ്ടുവരുന്ന ആ സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ പേട്, അതായത് ട്രീസിനും പൗധെ ചെടികൾക്കും വെള്ളത്തിനും കുന്നുകൾക്കും എല്ലാം മനസ്സിലാകാൻ അവർക്ക് റീഡ് ചെയ്യാൻ പറ്റും. ബാഞ്ച്തേ എന്ന് വെച്ചാൽ റീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കിതൊന്നും മനസ്സിലാവില്ല. ഹം തോ കേവൽ യഹ് ആങ്ക്തേ ഹേ कि एक देश की धरती दूसरी देश को सुगंध भेजती है और वह सौरभ हवा में तैरते हुए पक्षियों की पंखों पर तिरता है और एक देश का भाप दूसरे देश में पानी बनकर गिरता है. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇമാജിൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ആങ്ക്തേ എന്ന് വെച്ചാൽ ഇമാജിൻ ചെയ്യുക, അതായത് അങ്ങനെ ചിന്തിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്താണ് ഏക് ദേശ് കി ധർത്തി ദൂസരേ ദേശ് കോ സുഗന്ധ ഭേജ്തേ ഹെ. ഒരു ദേശത്തിലെ ഭൂമി മറ്റൊരു ദേശത്തിലെ ഭൂമിയിലേക്ക് സുഗന്ധം നൽകുന്നത് നമുക്ക് ചിന്തിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഔർ വഹ് സൗരഭ് ഹവാമേ തൈർത്തേ ഹുയേ പക്ഷിയോ കി പങ്കോ പർ തിർത്താ ഹെ. അപ്പോൾ ഈ പക്ഷികളുടെ ചിറകിൽ ഈ ഒരു ദേശത്തിൻ്റെ സുഗന്ധം മറ്റൊരു ദേശത്തിലേക്ക് ചിറകിലൂടെ എത്തുന്നു. അതായത് പക്ഷികൾ പല ദേശങ്ങളിൽ പറന്നു പോകുമ്പോൾ ആ സുഗന്ധവും അവിടെ എത്തുന്നു. और एक देश का भाप दूसरे देश में पानी बनकर गिरता है. ഒരു ദേശത്തുണ്ടാകുന്ന ചൂട് കൊണ്ടുണ്ടാകുന്ന നീരാവി വേറൊരു ദേശത്ത് മഴയായി പോകുന്നു. അത് മേഘമാണ് മഴ പെയ്യിക്കുന്നത്, അല്ലേ? കവി പറയുകയാണ്, മേഘങ്ങളും പക്ഷികളും സന്ദേശകരാണ്. സുഗന്ധവും മഴയും ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് എത്തിക്കുന്നവരാണ് എന്നർത്ഥം. ഇവിടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്ക് മാത്രമേ ഭൂമിയിൽ അതിരുകൾ വെക്കുന്നുള്ളൂ, അല്ലേ? മനുഷ്യരാണ് അതിരുകൾ വെക്കുന്നത്. നമ്മൾ വീടിന് അതിര് വെക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ ഓരോ കോണ്ടിനെൻറ്റിന് അതിര് വെക്കുന്നുണ്ട്. പക്ഷേ പ്രകൃതിയിലെ മറ്റെല്ലാ വസ്തുക്കൾക്കും അതിരുകൾ ബാധകമല്ല. അവർക്ക് ഈ ഭൂമി മുഴുവനും ഒന്നായി തന്നെയാണ് അവർ കാണുന്നത്. മനുഷ്യർ മാത്രമേ അതിരുകൾക്കുള്ളിൽ ജീവിക്കുന്നുള്ളൂ. ഇനി നമുക്ക് പ്രശ്നാഭ്യാസം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, कवि ने पक्षी और बादल को भगवान के डाकिए क्यों बताया है? स्पष्ट कीजिए. കവി പക്ഷിയെയും ബാദലിനെയും ഭഗവാന്റെ പോസ്റ്റ്മാനായിട്ട് കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ, कवि ने पक्षी और बादल को
भगवान के डाकिये इसलिए कहा है कि जिस प्रकार डाकिये संदेश लाने का काम करते हैं उसी प्रकार പക്ഷി और बादल भगवान का संदेश हम तक पहुँच जाता है. എപ്രകാരമാണോ ഒരു പോസ്റ്റ്മാൻ നമ്മുടെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ സന്ദേശങ്ങൾ എല്ലായിടത്തും എത്തിക്കുന്നത്, അതേപോലെയാണ് പക്ഷിയും ക്ലൗഡും ഭഗവാന്റെ പോസ്റ്റ്മാനാണ് അല്ലെങ്കിൽ ഭഗവാന്റെ സന്ദേശങ്ങൾ എല്ലായിടത്തും എത്തിക്കുകയാണ്. उनके लाए संदेश को हम भले ही न समझ पाए पर पेड़ पौधे पानी और पहाड़ उसे भली प्रकार പഠ് സമझ लेते हैं. അപ്പോൾ ദൈവത്തിൻ്റെ ആ ലെറ്റർ മനുഷ്യർക്ക് മനസ്സിലാകില്ല, നല്ല രീതിയിൽ മനസ്സിലാകുന്നില്ല. പക്ഷേ പ്രകൃതിയിലെ മറ്റു വസ്തുക്കൾക്കെല്ലാം, അതായത് വൃക്ഷങ്ങൾക്കും ചെടികൾക്കും ജലാശയങ്ങൾക്കും കുന്നുകൾക്കുമെല്ലാം ഭഗവാന്റെ ആ സന്ദേശം മനസ്സിലാകുന്നുണ്ട്. ജിസ് तरह बादल और पक्षी दूसरे देश में जाकर भी भेदभाव नहीं करते उसी तरह हमें भी आचरण करना चाहिए. അപ്പോൾ ഇവിടെ കവി പറയുന്നത്, എങ്ങനെയാണോ ബാദലും പക്ഷികളൊക്കെ മറ്റുള്ള ദേശത്ത് പോയിട്ട് പക്ഷി ദൂസരേ ദേശ് മേ ജാക്കർ ഭി ഭേദഭാവ നഹി കർത്തെ, അതായത് മറ്റുള്ള ദേശത്ത് പോകുമ്പോഴും ഒരു വ്യത്യാസവും കാണിക്കാതെ ഇരിക്കുന്നത്, അതേപോലെ നമ്മളും അതേപോലെ ആചരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷികളെയും അതായത് പ്രകൃതിയിലെ മറ്റുള്ള വസ്തുക്കളെ പോലെ മനുഷ്യരും ആകണം എന്നാണ് കവി പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പക്ഷി और बादल द्वारा लाई गई चिट्ठियों को कौन कौन पढ़ पाते हैं सोचकर लिखिए. പക്ഷിയും മേഘങ്ങളും കൊണ്ടുവരുന്ന ലെറ്റേഴ്സ് ആർക്കൊക്കെയാണ് വായിക്കാൻ പറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ, പക്ഷി और बादल द्वारा लाई गई चिट्ठियों को पेड़ पौधे पानी और पहाड़ पढ़ पाते हैं. അതായത് പക്ഷിയും മേഘങ്ങളും കൊണ്ടുവരുന്ന ചിട്ടി മരങ്ങൾക്കും ചെടികൾക്കും ജലാശയങ്ങൾക്കും കുന്നുകൾക്കുമാണ് വായിക്കാൻ സാധിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, किन पंक्तियों का भाव है पक्षी और बादल प्रेम सद्भाव और एकता का संदेश एक देश से दूसरे देश को भेजते हैं. आंसर, पक्षी और बादल ये भगवान के डाकिये हैं जो एक महादेश से दूसरे महादेश को जाते हैं. हम तो समझ नहीं पाते हैं मगर उनकी लाई चिट्ठियाँ पेड़ पौधे पानी और पहाड़ बांधते हैं. പക്ഷിയും മേഘങ്ങളും ഭഗവാന്റെ പോസ്റ്റ്മാനാണ്. ജോ ഏക് മഹാദേശ് സെ, അവർ ഒരു ദേശത്തിൽ നിന്നും മറ്റൊരു ദേശത്തിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് പ്രകൃതിയിലുള്ള മറ്റു വസ്തുക്കളായ ചെടികൾക്കും ജലാശയങ്ങൾക്കും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമത്തെ ഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻ, प्रकृति देश देश में भेदभाव नहीं करती, एक देश से उठा बादल दूसरे देश में बरस जाता है, एक देश का भाव दूसरे देश में पानी बनकर गिरता है. അതായത് ഒരു ദേശത്തുണ്ടാകുന്ന വേപ്പർ നീരാവി മറ്റൊരു ദേശത്ത് മഴയായി പെയ്തിറങ്ങുന്നു എന്നാണ് അർത്ഥം. പക്ഷി और बादल की चिट्ठियों में पेड़ पौधे पानी और पहाड़ क्या पढ़ पाते हैं. പക്ഷികളും മേഘങ്ങളും കൊണ്ടുവരുന്ന പത്രത്തിൽ അല്ലെ കത്തിൽ പേടും പൗധയും പാനിയുമെല്ലാം എന്താണ് വായിക്കുന്നത്, ആ പത്രത്തിൽ നിന്ന് എന്താണ് വായിക്കുന്നത്. कवि का कहना है कि पक्षी और बादल भगवान के डाकिये हैं. जिस प्रकार डाकिये संदेश लाने का काम करते हैं उसी प्रकार पक्षी और बादल भगवान का संदेश लाने का काम करते हैं. അതായത് എങ്ങനെയാണോ ഒരു പോസ്റ്റ്മാൻ നമ്മളുടെ സന്ദേശങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കുന്നത്, അതേപോലെ ഭഗവാന്റെ സന്ദേശങ്ങളും പേറി ഈ പക്ഷിയും മേഘങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നു. പക്ഷി और बादल की चिट्ठियों में पेड़ पौधे पानी और पहाड़ भगवान के भेजे एकता और सद्भावना के संदेश को पढ़ पाते हैं. അപ്പോൾ ആ ചിട്ടിയിൽ നിന്ന് പേട് പൗധയും പാനിയും പഹാടും ഒക്കെ എന്താണ് മനസ്സിലാക്കുന്നത്, ഭഗവാൻ അയച്ചിരിക്കുന്ന ഭഗവാൻ നൽകുന്ന സന്ദേശങ്ങളായ ഒരുമയുടെയും സദ്ഭാവനയുടെയും ഒക്കെ സന്ദേശമാണ് അവർ വായിക്കുന്നത്.
इस पर अमल करते नदियाँ समान भाव से सभी लोगों में अपने पानी को बांटती है. അതായത് നദികൾ എല്ലാവർക്കും ഒരേപോലെ ജലം നൽകുന്നു. അതുപോലെ പഹാഡ് ഭി സമാൻ രൂപ സെ സബ്കെ സാത്ത് ഖടാ ഹോത്തെ ഹെ. കുന്നുകളും പർവ്വതങ്ങളുമൊക്കെ എല്ലാവർക്കും വേണ്ടി ഒരേപോലെ നിൽക്കുന്നു. പേഡ് പൗധെ സമാൻ ഭാവ് സെ അപ്നെ അപ്നെ ഫൽ ഫൂൽ യാ സുഗന്ധ കോ ബാണ്ട്തെ ഹെ. കഭി ഭേദ്ഭാവ് നഹി കർത്തെ. അതുപോലെ വൃക്ഷലതാദികളെല്ലാം ഒരേപോലെ സുഗന്ധം നൽകുന്നു. ഫലമൂലാദികൾ എല്ലാവർക്കും നൽകുന്നു. അവിടെയൊന്നും ഒരു ഭേദഭാവവും ഒരു പാർഷ്യാലിറ്റിയും പ്രകൃതി കാണിക്കുന്നില്ല. 5th question. एक देश की धरती दूसरे देश को സുഗന്ധ ഭേജ്തി ഹെ. കഥൻ കാ ഭാവ് സ്പഷ്ട കീജിയെ. അതായത് ഒരു ദേശത്തെ ഭൂമി മറ്റൊരു ദേശത്തിലേക്ക് സുഗന്ധം നൽകുന്നു. ഇതിൻ്റെ അർത്ഥമാണ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ. एक देश की धरती अपने सुगंध या प्यार को पक्षियों के माध्यम से दूसरे देश को भेजकर सद्भावना का संदेश भेजती है. അതായത് ഒരു ദേശത്തെ സുഗന്ധം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സ്നേഹവും സദ്ഭാവനയുമാണ്. അത് മറ്റുള്ള ദേശത്തിലേക്കും എത്തിക്കുന്നു. ധർത്തി अपनी भूमि में उगने वाले फूलों को सुगंध को हवा में पानी को बादलों के रूप में भेजती है. ഭൂമിയിലുണ്ടായ ആ പൂക്കളുടെ സുഗന്ധം കാറ്റ് വഴിയും വെള്ളം വഴിയുമൊക്കെ മേഘങ്ങൾ വഴിയും മറ്റുള്ളിടത്തേക്കും എത്തിക്കുന്നു. ഹവാമേം ഉടുത്തെ ഹുയെ പക്ഷിयों के पंखों पर प्रेम प्यार की सुगंध तैरकर दूसरे देश तक पहुंच जाती है. അതായത് കാറ്റിലൂടെ പറക്കുന്ന പക്ഷികളുടെ ചിറകിൽ ഈ സ്നേഹത്തിൻ്റെ സുഗന്ധം മറ്റുള്ള ദേശത്തിലേക്കും എത്തിക്കുന്നു. ഇസ് പ്രകാർ एक देश की धरती दूसरे देश को സുഗന്ധ भेजती है. അങ്ങനെയാണ് ഒരു ദേശത്തിലെ ഭൂമി മറ്റൊരു ദേശത്തിലേക്ക് സുഗന്ധം എത്തിക്കുന്നത്. ലെസൺ നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.